നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ UDF സർക്കാരിന്റെ ആദ്യ നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ ദിനം MLA-മാരുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുന്നത്. രാവിലെ 9 മണിക്ക് തന്നെ പ്രോടൈം സ്പീക്കറായ G. സുധാകരൻ MLA-മാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് അങ്ങനെ നിയമസഭാ സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. ചാണ്ടി ഉമ്മൻ അടക്കമുള്ള MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റുകഴിഞ്ഞു. എല്ലാ MLA-മാരുടെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ MLA-മാരുടെയും സത്യപ്രതിജ്ഞയാണ് നടക്കുന്നത്. MLA എന്ന നിലയിലുള്ള അവരുടെയൊക്കെ സത്യപ്രതിജ്ഞയാണ് നടക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞ ചെയ്തു. അതുപോലെ തന്നെ നിരവധി ആളുകൾ AKM അഷ്റഫ് സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ നിരവധി ആളുകളാണ് ഇപ്പോഴത്തെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ടത് BJP-യുടെ 30 സീറ്റുകളുടെ തിളക്കത്തിൽ കയറുന്ന 3 പേരുടെ സത്യപ്രതിജ്ഞ തന്നെയായിരിക്കും. 3 പേരും BJP പ്രതിനിധികളായ 3 പേർക്കും പ്രത്യേക ഇരിപ്പിടമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേക ബ്ലോക്കായി തിരിച്ചുകൊണ്ടാണ് അവരെ ഇരുത്തിയിരിക്കുന്നത്. അക്ഷരമാല ക്രമത്തിലാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. BJP-യെ സംബന്ധിച്ച് ചരിത്ര പ്രധാനമുള്ള ഒരു ദിനം കൂടി തന്നെയാണിത്. ആദ്യമായാണ് 3 BJP സാമാജികർ ഒന്നിച്ച് സഭയിലേക്ക് എത്തുന്നത്. രാവിലെ 8 മണിക്ക് സംസ്ഥാന കാര്യാലയമായ KG മാരാർ ഭവനിൽ നിന്ന് നിയുക്ത MLA-മാരായ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, V. മുരളീധരൻ, BB ഗോപകുമാർ എന്നിവർ ഒരുമിച്ചാണ് യാത്ര തിരിച്ചത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് മൂവരും ചേർന്ന് സഭയിലേക്ക് നടന്ന് എത്തിയത്. CPM-നെ സംബന്ധിച്ച് ഏറെ പ്രതിസന്ധി നിറഞ്ഞ കറുത്ത ദിനമാണ് ഇന്ന് എന്ന് വേണമെങ്കിൽ പറയാം. പിണറായി വിജയനോടും CPM നേതൃത്വത്തോടും കലഹിച്ച് പാർട്ടി വിട്ട G. സുധാകരനാണ് പ്രോടൈം സ്പീക്കർ. കഴിഞ്ഞ ദിവസം ലോക്ഭവനിൽ നടന്ന ചടങ്ങിലാണ് അദ്ദേഹം പ്രോടൈം സ്പീക്കറായി ചുമതലയേറ്റത്. പിണറായി വിജയൻ അടക്കമുള്ളവർ സത്യവാചകം ഏറ്റുചൊല്ലേണ്ടത് പഴയ നേതാവായ G. സുധാകരനിൽ നിന്ന് തന്നെയാണ്. അമ്പലപ്പുഴയിൽ നിന്നും UDF പിന്തുണയോടുകൂടി സ്വതന്ത്രനായാണ് അദ്ദേഹം വിജയിച്ചത്. പിണറായി വിജയന്റെ പരിഹാസവും താൻ പാർട്ടി വിടാൻ ഇടയാക്കിയ കാരണവുമാണെന്ന് G. സുധാകരൻ പറഞ്ഞിരുന്നു. അതിനാൽ പിണറായി വിജയന് G. സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് കാണാൻ രാഷ്ട്രീയ കേരളം മുഴുവൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഭാതളം ഇന്ന് അത്യപൂർവമായ രംഗങ്ങൾക്ക് തന്നെയാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ സീറ്റിലും മുഖ്യമന്ത്രി VD സതീശൻ ഭരണപക്ഷ മുഖ്യമന്ത്രി സീറ്റിലുമാണ് ഇരിക്കുന്നത്. പ്രോടൈം സ്പീക്കറായ G. സുധാകരൻ ഈ സ്പീക്കറുടെ സീറ്റിലും ഇരിക്കുമ്പോഴാണ് അതിനൊരു ചരിത്ര പ്രാധാന്യമുള്ളത്. എന്തായാലും BJP അംഗങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ വളരെ ആവേശമാണ് BJP പ്രതിനിധികൾക്കുള്ളത്. നമുക്ക് ഡെപ്യൂട്ടി മേയറുടെ ആ സന്തോഷം ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ വന്നിട്ട് 3 മാസമേ ആ സമയത്തായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 3 മാസം കൊണ്ട് തന്നെ നമുക്കൊരു 5 വർഷത്തെ പ്രവർത്തന ഫലം നമുക്ക് ജനങ്ങൾക്കിടയിൽ നിന്ന് മനസ്സിലായി. അവരൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു മാറ്റം കൊണ്ടുവന്നതുപോലെ നിയമസഭയിലും അവരൊരു മാറ്റം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 3 സീറ്റ് കിട്ടിയത്. 3 എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് 30-നേക്കാൾ വിലയുള്ളതാണ്. നമ്മൾ ഭരണത്തിൽ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് ഈ 3 MLA-മാരെ നിയമസഭയിൽ ഉണ്ടാകും. BJP-യുടെ ശബ്ദമായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. സർക്കാരുമായിട്ട് പ്രത്യേകിച്ചും കൂടുതൽ നിങ്ങൾക്ക് ചേർന്ന് പോകേണ്ടതായിട്ട് വരും. അതിന് വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു UDF. തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെ ചീഫ് മിനിസ്റ്ററെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭയുടെ എല്ലാ കാര്യങ്ങളും വികസന കാര്യത്തിനും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ഒരു ഭരണം കൊണ്ടും നമുക്ക് നല്ല എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.